ഇനി രണ്ടാമത്തെ കാര്യം, അമിതമായ വിജയപ്രതീക്ഷ നിങ്ങൾ പുലർത്തി എന്നാണ് ചില ആളുകൾ വിമർശിക്കുന്നത്, കോൺഗ്രസ്സുകാരായിട്ടുള്ള ചില ആളുകൾ വിമർശിക്കുന്നു. സർ, തെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ പുലർത്താതെ ആരെങ്കിലും മത്സരിക്കുമോ? ഗോവിന്ദൻ എന്താ പറഞ്ഞത്? സരീൻ അവിടെ ഉജ്ജ്വലമായിട്ടും 1-ാം സ്ഥാനത്ത് വരുന്നല്ലേ? മത്സരിക്കുന്ന എല്ലാ മുന്നണികളും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. രമ്യ ഹരിദാസ് ചേലക്കരയിൽ എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ നവ്യ ഹരിദാസ് വയനാട്ടിൽ ജയിക്കില്ലെന്ന് പറഞ്ഞോ? ജയിക്കുന്നതന്നെയല്ലേ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ചില കേന്ദ്രങ്ങൾ മനഃപൂർവ്വമായിട്ട് കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രചാരവേലയാണ്. ആ പ്രചാരവേല മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്? നിങ്ങൾ 2021 ഇത് തന്നെയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ നിങ്ങൾ പരിശോധിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്നാണ് ആദ്യത്തെ 10 ദിവസം മാധ്യമങ്ങൾ വാർത്തയാക്കിയത്. ആദ്യ 10 ദിവസവും മാധ്യമങ്ങളിലെല്ലാം ഇതായിരുന്നു പ്രശ്നം. സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞ ആൾക്കാരെ വീണ്ടും വീണ്ടും കണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്ന് വരുത്താൻ നിങ്ങൾ ആസൂത്രിതമായി ശ്രമിച്ചു. ഞങ്ങൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് എല്ലാ നിലയിലും. പിന്നെ നിങ്ങൾ പറഞ്ഞു പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർമാരെല്ലാവരും പ്രചാരണത്തിൽ വിട്ടു നിൽക്കുക. അതായിരുന്നു അടുത്ത പ്രചരണം. അത് ഏശാതെ പോയപ്പോഴാണ് കൊടകര 2021 ചർവിത ചർവണം പോലെ നിങ്ങളെല്ലാം വാർത്തയാക്കിയ സംഭവങ്ങളെല്ലാം നിങ്ങൾ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തു, ഛർദ്ദിച്ചു വീണ്ടും. അതായത് 2021 വന്ന മൊഴികളാണ് ഇതെല്ലാം. പോലീസ് എഴുതി ഉണ്ടാക്കിയ മൊഴി. അത്ര കോടി കടത്തി, ഇത്ര കോടി കടത്തി, ആന കടത്തി, ചേമ്പ് കടത്തി, ഇതെല്ലാം നിങ്ങൾ 10 ദിവസം നിങ്ങൾ പ്രചരിപ്പിച്ചു. ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള മറുപടിയാണെന്ന് ഞാൻ പറഞ്ഞു. സാർ, ഞാൻ അതും കേട്ടിട്ടുണ്ട്. അല്ലല്ല, നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞു. ഇപ്പോഴല്ലേ ഇപ്പൊ പറഞ്ഞല്ല. ശരി, ഞാൻ പറഞ്ഞ അതല്ല. കഴിഞ്ഞ 3 ദിവസമായി നടക്കുന്ന പ്രചാരവേലയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശരി, ഇനി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കും. പരസ്യ പ്രസ്താവനകളെല്ലാം പരിശോധിക്കും, ഒരു സംശയമില്ല. പറയട്ടെ. അതല്ലാതെ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഞാനിവിടെ ഇരുന്ന് ഇപ്പൊ എന്ത് ചെയ്യും? പരസ്യ പ്രസ്താവനകൾ ആര് നടത്തിയിട്ടുണ്ടോ അതെല്ലാം പരിശോധിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കൊടകര കൊണ്ടുവന്നു. കൊടകരയിൽ എന്താ സംഭവിച്ചത്? ഇപ്പൊ എന്താ കൊടകരയിൽ ഉണ്ടായത്? ഒരാളെ കൊണ്ട് കോൺഗ്രസ്സുകാർ കൊടകരയിൽ ഇന്നെന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയിപ്പിച്ചു. അത് 10 ദിവസം ചർച്ചയായി. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വലിയ പ്രതിരോധം നേരിടേണ്ടി വന്നു. വലിയ തോതിൽ അത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാൻ ഊർജം ചെലവഴിക്കേണ്ടി വന്നു. അതൊക്കെ ശരിയാണ്. അപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, ഞാനില്ലെന്ന് പറയുന്നില്ല. നിഷ്പക്ഷമതികളെന്ന് പറയുന്നവർ, കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്നവരൊക്കെ അതിനു വേണ്ടിയിട്ട് രംഗത്ത് വന്നു. 2 അഭിപ്രായങ്ങൾ എപ്പോഴും സമൂഹത്തിലുണ്ട്. ഒന്ന്, ചില ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ BJP കോൺഗ്രസുമായി സഹകരിച്ച് കേരളത്തിൽ പ്രവർത്തിക്കണം. ചില ആൾക്കാർക്ക് വാശിയാണ്. ചില നിരീക്ഷകന്മാർക്കും ചില ഓൺലൈൻ ചാനലിലൊക്കെ അവർ കോൺഗ്രസിന് വേണ്ടി പരസ്യമായിട്ട് ഇറങ്ങിയതാ. എൻ്റെ പ്രിയ അനിയൻ വിജയിച്ചു, പക്ഷെ സഹോദരി വിജയിച്ചില്ല. അയാൾ ആരുടെ കൂടെയാണ്? ഒരു BJP പ്രസിഡന്റ് എന്നുള്ളതിൽ ഞാൻ എന്ത് മനസ്സിലാക്കണം? അയാൾ ആരുടെ കൂടെയാണ്? ഇപ്പൊ വേറെ ചില ആളുകൾ കോൺഗ്രസുമായി ചേർന്ന് BJP പോകണം, അതാണ് നിലപാട്. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ 10-15 വർഷമായി എടുത്ത ഒരു നിലപാട്, ഞാൻ മാത്രമല്ല, 6% വോട്ടിൽ നിന്ന് BJP 20% വന്നത് ആത്മാഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. കേരളത്തിലെ സംഘ BJP പ്രവർത്തകരെല്ലാവരും ഒറ്റക്കെട്ടായി ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ നിൽക്കണം. ഒരു പഞ്ചായത്തിൽ പോലും കോൺഗ്രസുമായി ചേർന്ന് LDFനെ നേരിടുക എന്നുള്ള സമീപനം എടുക്കരുത്. LDFനെ നമ്മൾ സ്വന്തം സമാജശക്തി ആർജിച്ച് നേരിടണം. അതാണ് ഞങ്ങളുടെ അടുത്ത നിലപാട്. ഞാനെടുത്ത നിലപാടല്ല. 15 വർഷത്തിന് ശേഷം ആ നിലപാട് പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യവുമില്ല. LDF ഒരു ഭീഷണിയാണ് കേരളത്തിൽ. പക്ഷെ ആ ഭീഷണിയെ നേരിടാൻ അതിനേക്കാൾ തല്ലിപ്പൊളികളായിട്ടുള്ള UDFുമായി സഹകരിച്ച് പോകാൻ കഴിയില്ല എന്നുള്ള ശരിയായ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ എടുത്തു. ആ നിലപാട് ദഹിക്കാത്ത അപൂർവം ചില ആൾക്കാരുണ്ട്. അവരാണ് ഈ ബഹളങ്ങളെല്ലാം വെക്കുന്നത്. ഞങ്ങൾ ഒരു മൂന്നാമത്തെ കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾ എപ്പോഴും UDFുമായി ചേർന്ന് പോകണം. അതാണ് ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കാത്തതിന്റെ ചുരുക്കാണ് പലർക്കും ഉള്ളത്. അത് ഒരു കാരണവശാലും ഇവിടെ നടപ്പുള്ള കാര്യമല്ല. BJP കേരളത്തിൽ ശക്തി പ്രാപിക്കണമെങ്കിൽ LDFനെയും UDFനെയും ഒരുപോലെ നേരിട്ട് ശരിയായ നിലപാട് സ്വീകരിച്ച്, തെളിഞ്ഞ നിലപാട് സ്വീകരിച്ച് നോക്കൂ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, ഞാൻ പറഞ്ഞതിൽ കള്ളമുണ്ടാവും. കഴിഞ്ഞ 5 വർഷത്തിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന ഒരു അവിശ്വാസ പ്രമേയത്തിലും ഞങ്ങൾ UDFനെ പിന്തുണച്ചിട്ടില്ല. ആരെങ്കിലും മെമ്പർമാർ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നടപടി എടുത്തിട്ടുണ്ട്. എന്താ അത് എടുക്കാതെ കാരണം?
UDF എന്ന് പറയുന്നത് എപ്പോഴും CPMന്റെ അക്രമവും മറ്റും കാരണം അവർ ഞങ്ങളെ പിന്തുണയോടുകൂടി തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കാം, ഇതായിരുന്നു നിലപാട്. ആ നിലപാട് തിരുത്തി ശരിയായ നിലയിൽ ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. അത് പല ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല, ചില കോൺഗ്രസ് അനുകൂലികൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിന്റെ പ്രശ്നമുണ്ട്. അത് ഇവിടെ നിങ്ങളോട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. പക്ഷെ അതുകൊണ്ട് പാലക്കാട് 4000 വോട്ട് കുറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ നിലപാട് മാറ്റുന്നത്, നിലപാട് തെളിഞ്ഞു തന്നെ പോകും. പാലക്കാട് ഇതിനൊക്കെ ഇടയിലും ആയിരക്കണക്കിന് സംഘ സ്വയം സേവകന്മാരും BJP പ്രവർത്തകരും അഹോരാത്രം അധ്വാനിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെയാണ്.